നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് ബ്രിട്ടനിൽ നഴ്സാകാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പഠനത്തിൽ മിടുക്കരായവർക്ക് ബ്രിട്ടനിൽ സ്റ്റൈപ്പൻഡോടെ നഴ്സിംഗ് പഠിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു നല്ല അവസരം ഇപ്പോഴുണ്ട്. നഴ്സുമാരുടെ ക്ഷാമം പരിഹരിക്കാനുള്ള ദീർഘകാല പദ്ധതികളുടെ ഭാഗമായാണ് വെയിൽസിൽ ഈ നൂതന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ സൗജന്യ പഠനമാണ് വെയിൽസ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്പം പ്രതിവർഷം £1000 ഓരോ വിദ്യാർത്ഥിക്കും സ്റ്റൈപ്പൻഡായും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ജോലിയും ഉറപ്പാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രജിസ്റ്റേർഡ് NHS നഴ്സായി 2 വർഷം UK-യിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇവർക്ക് ആദ്യം നൽകുന്നത്. ഈ 2 വർഷക്കാലം വെയിൽസിലെ ഏതെങ്കിലും NHS ട്രസ്റ്റിൽ ജോലി ചെയ്യണമെന്നത് നിർബന്ധമാണ്. പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാവുന്നതാണ്. പഠനകാലത്തെ താമസവും മറ്റു ചെലവുകളും വിദ്യാർത്ഥികൾ തന്നെ വഹിക്കണം. യൂണിവേഴ്സിറ്റി ഫീസാണ് സൗജന്യമായി ലഭിക്കുന്നത്. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയായവർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. +2-ന് കുറഞ്ഞത് 70% മാർക്കാണ് അടിസ്ഥാന യോഗ്യത. ബയോളജിയിൽ മാത്രം 70% മാർക്കും പ്രത്യേകം ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് പ്രാവീണ്യം പരിശോധിച്ച ശേഷമാകും അഡ്മിഷൻ. അപേക്ഷകർക്ക് IELTS-ന് ഓരോ ബാൻഡിലും കുറഞ്ഞത് 6.5 വീതം സ്കോറും 6.5 ഓവറോൾ സ്കോറും ഉണ്ടെങ്കിൽ അടിസ്ഥാന യോഗ്യതയിൽ നേരിയ ഇളവുകൾ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യതയും ഇംഗ്ലീഷ് പരിജ്ഞാനവും നഴ്സിംഗിനോടുള്ള ആഭിമുഖ്യവും പരിശോധിക്കാൻ 2 റൗണ്ട് ഇന്റർവ്യൂകൾ ഉണ്ടായിരിക്കും. വെയിൽസിലെ പ്രശസ്തമായ സർവകലാശാലയിലേക്കാണ് ഇവർ നഴ്സിംഗിനായി പ്രവേശനം നേടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 44161456 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല, സ്വകാര്യ നഴ്സിംഗ് ഹോമുകൾക്കും നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ ഫണ്ട് നൽകുന്നതാണ്. NHS-ലേതിനേക്കാൾ ശമ്പളത്തിൽ നഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഹെൽത്ത് കെയർ വർക്കർമാരെയും സ്കിൽഡ് വർക്കർ വിസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2022 ഫെബ്രുവരി 15-ന് ഉത്തരവിറക്കിയതനുസരിച്ച് സ്കിൽഡ് വർക്കർ സ്പോൺസർ ലൈസൻസുള്ള ഏത് സ്ഥാപനത്തിനും അന്നു മുതൽ 1 വർഷത്തേക്ക് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള തസ്തികകളിലേക്ക് വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ കഴിയുമായിരുന്നു. 2023 ഫെബ്രുവരി 15-ന് ശേഷവും ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, 2023 ഫെബ്രുവരി 10-ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഒരു ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ഫണ്ട് പ്രസിദ്ധീകരിച്ചതിൽ വരും വർഷങ്ങളിൽ ബ്രിട്ടനിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദേശ ആരോഗ്യ പ്രവർത്തകർക്ക് ഏറെ പ്രയോജനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഇതനുസരിച്ച് DHSC ഗ്രാന്റ് തുക എല്ലാ ലോക്കൽ അതോറിറ്റികളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ലോക്കൽ അതോറിറ്റിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ലോക്കൽ അതോറിറ്റികൾ പ്രാദേശികമായ കെയർ അലയൻസുകളുമായും പ്രാദേശിക സേവനദാതാക്കളുമായും ഒരുമിച്ച് പ്രവർത്തിക്കും. DHSCയുടെ നിർദ്ദേശമനുസരിച്ച് വിഭവങ്ങളെ പരിപാലിക്കുന്നതിനായി റീജിയണൽ സബ് റീജിയണൽ പാർട്ട്ണർഷിപ്പുകൾ രൂപപ്പെടുത്തണം. 9 ഇംഗ്ലീഷ് റീജിയനുകൾക്കും ഉള്ള പരമാവധി ധനസഹായം എത്രയെന്ന് DHSC തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് എത്ര ധനസഹായം ആവശ്യമാണെന്നും അത് ഏതുവിധത്തിൽ ഉപയോഗിക്കുമെന്നും കാണിച്ച് ലോക്കൽ അതോറിറ്റികൾ 2023 ഫെബ്രുവരി 24-ന് മുൻപായി അപേക്ഷ നൽകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2023-24 കാലത്തേക്ക് ലഭ്യമാകുന്ന ധനസഹായം സോഷ്യൽ കെയറിലെ വർദ്ധിച്ചുവരുന്ന ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടിയാണ്. NHS-നോടൊപ്പം സ്വകാര്യ മേഖലയിലും നഴ്സിംഗ് തസ്തികകൾ വളരെയേറെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇപ്പോൾ റിക്രൂട്ട്മെന്റിന് സർക്കാർ ധനസഹായം കൂടി ലഭിക്കുന്നതോടെ സ്വകാര്യ മേഖലയിലെ റിക്രൂട്ട്മെന്റും ഇനി കൂടുതൽ ഉഷാറാകും. വൻ അവസരങ്ങളാണ് ഇതുവഴി മലയാളി നഴ്സുമാർക്ക് കൈവന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഈ മേഖലയിലെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളുടെ എണ്ണത്തിൽ 2021-22 കാലത്ത് ഉണ്ടായത് 52% വർധനവായിരുന്നു. റീറ്റെയിൽ പോലുള്ള മേഖലകൾ ആകർഷകമായ വേതനം വാഗ്ദാനം നൽകി ഈ മേഖലയിലുള്ളവരെ ആകർഷിച്ചതും ബ്രെക്സിറ്റിനു ശേഷം യൂറോപ്പിൽ നിന്നുള്ള ജോലിക്കാരുടെ വരവ് ഇല്ലാതായതുമാണ് ഇതിന് പ്രധാന കാരണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.